Hi friends, once again welcome back to our channel GAAP Concept. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് അസംപ്ഷൻസിനെ പറ്റിയാണ്. അക്കൗണ്ടിംഗ് അസംപ്ഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുന്നപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൺവേ ചെയ്യാനുള്ളപ്പോഴാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പല രീതിയിലും ഇപ്പൊ ഓരോ പ്രദേശത്തും ഓരോ ഭാഷയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പൊ കേരളത്തിൽ എല്ലാവരും സംസാരിക്കുന്നത് മലയാളമാണ്. പക്ഷെ കേരളത്തിലെ പല ജില്ലകളിലും സംസാരിക്കുന്നത് വേറെ വേറെ രീതിയിലാണ്. മലയാളം തന്നെ പല സ്ലാങ്ങിലാണ് അവർ സംസാരിക്കുന്നത്. തൃശ്ശൂർ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തിരുവനന്തപുരത്ത് ചെന്നാൽ അതിന്റെ മീനിങ് അതായിരിക്കണം എന്നില്ല. പക്ഷെ അക്കൗണ്ടിങ്ങിൽ അത് പറ്റില്ല. അക്കൗണ്ടിങ്ങിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിന് എന്താണ് യൂണിക്നെസ് ആയിട്ടുള്ള ചില അസംപ്ഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ യൂണിക്നെസ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടി വരും. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമ്മൾ പല രീതിയിൽ കണ്ടുവന്നിട്ടുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ടും ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ടും കസ്റ്റം കൊണ്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് അസംപ്ഷൻസിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ആ അക്കൗണ്ടിങ് അസംപ്ഷൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഈ അക്കൗണ്ടിങ് അസംപ്ഷൻസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സിസ്റ്റം ബേസ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ആണ് എന്ത് അക്കൗണ്ടിങ് അസംപ്ഷൻസ് എന്ന് പറയുന്നത്. 4 തരത്തിലുള്ള അക്കൗണ്ടിങ് അസംപ്ഷൻസ് ഉണ്ട്. പോപ്പുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 തരത്തിലുള്ള അക്കൗണ്ടിങ് അസംപ്ഷൻസ് ഉണ്ട്. ഏതാണ്? അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെന്റ് കൺസെപ്റ്റ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡ്. ഈ 4 കൺസെപ്റ്റ് ആണ്, അസംപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്. എന്താണ് അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ്? അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് ഒരു പ്രൊപ്പറേറ്ററും അതുപോലെ തന്നെ ഒരു ബിസിനസ്സും, ഈ 2 പേർക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഞാനായിരിക്കാം ക്യാപിറ്റൽ കൊണ്ടുവന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാനാകുന്ന പ്രൊപ്പറേറ്ററും ഞാൻ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയും, അതിനെന്തുണ്ട്? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിൽ അത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതൊരു ലോൺ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്ന ആർക്കാണ്? പ്രൊപ്പറേറ്ററുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അക്കൗണ്ടിങ്ങിൽ പ്രൊപ്പറേറ്ററുടെ ക്യാപിറ്റൽ അക്കൗണ്ടിനാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ആ എമൗണ്ട് പ്രൊപ്പറേറ്റർക്ക് കൊടുക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ കടമായിട്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രൊപ്പറേറ്ററുടെയും ബിസിനസിന്റെയും ട്രാൻസാക്ഷൻസ് ഡീലിങ്സ് നമ്മൾ മിക്സപ്പ് ചെയ്തില്ലെങ്കിൽ, മിക്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ബിസിനസിന്റെ റിസൾട്ട് എന്താണ്? പ്രൊപ്പറേറ്റർ റിസൾട്ട് എന്താണ്? നമുക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അക്കൗണ്ടിങ് അസംപ്ഷൻസിന്റെ ഈ അക്കൗണ്ടിങ് എന്റിറ്റി കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയും? ബിസിനസ് എന്റിറ്റി കൺസെപ്റ്റ് എന്നുള്ള ഒരു പേര് കൂടി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പഠിക്കാം. അടുത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഒരു ബിസിനസ് എന്റിറ്റിയും സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ആയിരിക്കില്ല. കണ്ടിന്യൂസ്ലി അവർ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ അതൊരിക്കലും വൈൻഡപ്പ് ചെയ്യില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാര്യം തന്നെയാണ് എന്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റില് നമ്മൾ ഒരു അസംപ്ഷൻ ആയിട്ട് അത് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നു. നമ്മൾ അസറ്റ് വാങ്ങുന്നത് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല. അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ല നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ്? ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ബിസിനസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറെ വർഷങ്ങൾ നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു വാങ്ങിച്ച ഒരു അസറ്റ്, അതിന്റെ യൂസ്ഫുൾ ലൈഫും ഒരുപാട് വർഷങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ വർഷം തന്നെ അതിന്റെ കോസ്റ്റ് ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇടില്ല. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ കൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുള്ള ആ ഒരു അസംപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓരോ വർഷവും അതിന് എന്ത് ചെയ്യും? അതിന് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ വർഷവും അതിന് നമ്മൾ ഡിപ്രിസിയേഷൻ പല മെത്തേഡിലുണ്ട്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യും. ആ ഡിപ്രിസിയേഷൻ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഡിപ്രിസിയേഷൻ ഫിക്സ്ഡ് അസറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിക്സ്ഡ് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടുള്ള ഫിഗർ എവിടെ കാണിക്കും? നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഡിപ്രിസിയേഷന്റെ പോർഷൻ നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും.
നമ്മൾ കണ്ടിട്ടുണ്ടോ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമ്മൾ റെക്കോർഡ് ചെയ്യും, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിന്റെ എന്താണ് ആ ഒരു അസംഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ട്രാൻസാക്ഷൻസ് പണത്തിലോ അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലുമോ അതിന്റെ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇവന്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് നമുക്ക് വാല്യൂ ഉള്ളതായിരിക്കാം. ഇപ്പൊ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇവന്റ് നമുക്ക് വാല്യൂ ഉള്ളതാണ്, പക്ഷേ അത് പണത്തിന്റെ മൂല്യത്തിൽ പണത്തിന്റെ രൂപത്തിലുള്ള മറ്റെന്തെങ്കിലും വാല്യൂവിന്റെ മൂല്യത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതെന്താണ് നമുക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ ഒരു ടീം ഓഫ് ക്വാളിഫൈഡ് മെമ്പേഴ്സ്, നമ്മുടെ സ്റ്റാഫ് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്, സ്റ്റാഫുകളുണ്ട്. അത് എപ്പോഴും കമ്പനിയുടെ അസറ്റ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമുക്കത് പണത്തിന്റെ മൂല്യത്തിൽ അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പണത്തിന്റെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും അക്കൗണ്ടിങ്ങിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാനും പറ്റില്ല. നമുക്കൊരു 20,000 ക്യാഷ് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമുക്കത് റെക്കോർഡ് ചെയ്യാം. പക്ഷെ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്, എനിക്ക് 2 വെഹിക്കിൾ ഉണ്ട്, 1500 സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പണത്തിന്റെ മൂല്യത്തിൽ ആക്കാതെ ഒരിക്കലും ഒരു യൂണിക്നെസ്സോട് കൂടി അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ ലാൻഡിന് 10 ലക്ഷം രൂപ വാല്യൂ ഉണ്ട്, നമുക്കത് അക്കൗണ്ട് ചെയ്യാം. നമ്മുടെ വെഹിക്കിളിന് ഒരു 2 ലക്ഷം രൂപ അതിന് വാല്യൂ ഉണ്ട്, നമുക്ക് അക്കൗണ്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, എല്ലാത്തിനെയും നമ്മൾ ഒരു പണത്തിന്റെ മൂല്യത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു യൂണിക്നെസ്സോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഫോളോ ചെയ്യേണ്ട ആ ഒരു കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ ബിസിനസ്സുകാരും ഫോളോ ചെയ്യുന്നതും അത് തന്നെയാണ്. ഓക്കെ, അടുത്തത് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടാണ് ഓരോ ബിസിനസ്സും എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ നമ്മൾ എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യില്ല, നമ്മുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇപ്പൊ ക്രെഡിറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, മാനേജ്മെന്റ്. പക്ഷെ ഇവർക്കൊക്കെ എന്തറിയണം, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റി അവർക്ക് എന്ത് ചെയ്യണം, അറിയണം. അതിനെന്ത് ചെയ്യണം, ഒരു റിവ്യൂ അത്യാവശ്യമാണ്. നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ ആണ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ അപ്പൊ ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. അങ്ങനെ നമ്മൾ റിവ്യൂ ചെയ്യാൻ നമ്മളൊരു പീരീഡ് നിശ്ചയിക്കും, യൂണിക് ആയിട്ട് നമ്മളൊരു പീരീഡ് നിശ്ചയിക്കും. ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറയുന്നില്ലേ, 2020-21 വർഷം, ആ ഒരു വർഷത്തെ കണക്കുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അക്കൗണ്ടിങ് അസംഷനെ പറ്റി ഒരു വ്യക്തമായ ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം, ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.